രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസ് എടുത്തതിന് പിന്നാലെ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ ഒരുങ്ങി ക്രൈംബ്രാഞ്ച്. മാധ്യമങ്ങളുടെയും സാമൂഹിക മാധ്യമങ്ങളുടെയും പരാതി ഉന്നയിച്ച ആളുകളെ നേരിൽ കണ്ട് ക്രൈംബ്രാഞ്ച് വിവരം തേടും. ആർക്കെങ്കിലും നേരിട്ട് പരാതിയുണ്ടെങ്കിൽ അതുകൂടി ശേഖരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം. തിരുവനന്തപുരത്തെയും എറണാകുളത്തെയും അടക്കം പോലീസിൽ ലഭിച്ച പരാതികളെക്കുറിച്ചും ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് എടുത്ത കേസ് കള്ളക്കേസാണെന്ന് കോൺഗ്രസ് നേതാവ് കൊടിക്കുന്നിൽ സുരേഷ് ആരോപിച്ചു. ആർക്കെതിരായിട്ടാണോ ഒരു തെളിവില്ലാതെ കേസെടുക്കുന്നത് അവർക്ക് നിയമത്തിന്റെ പരിരക്ഷ ഉണ്ടല്ലോ. അതനുസരിച്ച് അത്തരം ആളുകൾ അങ്ങനെ പോയി ചെയ്യും. കാരണം കള്ളക്കേസ് ആരെടുത്താലും ഒരു പരാതിയില്ലാതെ അതുപോലെ തന്നെ ഒരു തെളിവില്ലാതെ ഒരു കേസ് ആർക്കെതിരെ എടുത്താലും ആ കേസ് എങ്ങനെയാണ് നിലനിൽക്കുന്നത്? അത് കോടതിയിൽ നിലനിൽക്കില്ലല്ലോ. അപ്പൊ അത് നിയമ പോരാട്ടത്തിലൂടെ ആ ആള് നീതി ലഭ്യമാക്കാൻ വേണ്ടി ശ്രമിക്കും. ഷിജോ കുര്യൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത്. ഷിജോ, ഈ എടുത്ത കേസ് ഏതൊക്കെ വകുപ്പ് പ്രകാരമാണ്? അജിംസ, നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രധാനമായിട്ടും ക്രൈംബ്രാഞ്ച് ചുമത്തിയിട്ടുള്ളത് സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്യുക, ഭീഷണിപ്പെടുത്തുക, മെസ്സേജ് അയക്കുക, അങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങൾ ചുമത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. ദുർബലമായിട്ടുള്ള വകുപ്പുകൾ തന്നെയാണ് ക്രൈംബ്രാഞ്ച് ചുമത്തിയിരിക്കുന്നത്. അതായത് ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളാണ്. പക്ഷേ ഇതിനകത്ത് സ്വമേധയാ കേസെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള കേസാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെങ്കിലും കൂടുതൽ പരാതികൾ ലഭിച്ചാൽ എഫ്ഐആറിൽ കൂടുതൽ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്താം എന്നുള്ള ഒരു പ്രതീക്ഷ കൂടി ക്രൈംബ്രാഞ്ചിന് ഉണ്ട്. നിലവിൽ എന്തായാലും പോലീസിലോ ക്രൈംബ്രാഞ്ചിലോ ആരും തന്നെ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരിട്ട് ഒരു പരാതിയോ അല്ലെങ്കിൽ മെയിൽ മുഖാന്തരമോ ഒരു പരാതിയോ ലഭിക്കാത്തത് കൊണ്ട് തന്നെ കുറേയധികം ഫോർമാലിറ്റീസ് ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇതിന്റെ നടപടികളുമായിട്ട് കൂടുതൽ കടുപ്പിച്ചുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. ഇതിലെടുത്തു കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്. ഇത് നിയമ നടപടിയുമായി എന്തൊക്കെ നിയമ നടപടികൾ സ്വീകരിക്കാമോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് മുമ്പോട്ട് പോകും എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചത് ഏതാണ്ട് മണിക്കൂറുകൾ തികയുന്നതിന് മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനകൾ സംസ്ഥാന പോലീസ് മേധാവിയുടെ അധ്യക്ഷതയിൽ നടക്കുകയും വൈകിട്ട് 5:45 ക്രൈംബ്രാഞ്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. നിലവിൽ എന്തായാലും കേസ് എടുത്തതിന് ആധാരമെന്ന് പറയുന്നത് മാധ്യമങ്ങളിലൂടെയും മറ്റ് സമൂഹ മാധ്യമങ്ങളുടെയും പ്രചരിച്ച ചാറ്റിലെ വിവരങ്ങളുണ്ട്, ഓഡിയോ സംഭാഷണമുണ്ട്. അപ്പോൾ അതടക്കമുള്ള വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഈ ഒരു ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്തും എറണാകുളത്തും ചില പരാതികൾ പോലീസിൽ ലഭിച്ചതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ടായിരിക്കും ക്രൈംബ്രാഞ്ച് ഈ വിഷയം അന്വേഷിക്കുക. നിലവിൽ എന്തായാലും അത് സംബന്ധിച്ചുള്ള കൂടിയാലോചനകൾ തലപ്പത്ത് നടക്കുന്നുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് DGP H. വെങ്കടേഷിൽ നിന്നും മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇതിനകത്ത് കൃത്യമായിട്ടുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ശേഖരിക്കാൻ കഴിയുന്ന പരമാവധി തെളിവുകൾ ക്രൈംബ്രാഞ്ച് ശേഖരിക്കും. ഇതിനൊരുപക്ഷെ ഇതിനകത്ത് എടുത്തു കാണേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി തിരുവനന്തപുരത്ത് ഓഫീസർ ഒരു മ്യൂസിയം പോലീസിൽ പരാതി കൊടുത്തിരുന്നു. ആ പരാതിയിൽ പോലീസ് നിലവിൽ FIR ഇട്ടിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ അന്വേഷിച്ചപ്പോഴും FIR ഇട്ടിട്ടില്ല. പക്ഷേ ഇതിനകത്ത് പരാതിക്കാരന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതടക്കമുള്ള വിവരങ്ങൾ നമുക്ക് ഇനി എന്താണ് അതിന്റെ ഫർദർ ആയിട്ടുള്ള അടുത്ത കാര്യം എന്ന് ചോദിക്കുമ്പോൾ, ഇത് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഏജൻസിയെ ഏൽപ്പിച്ചതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഈ പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശം എന്താണോ അതിനനുസരിച്ച് മുന്നോട്ട് പോകാം. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ചില പരാതികളിൽ പോലീസിന്റെ അന്വേഷണവും നടക്കുന്നുണ്ട്. അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ അന്വേഷണ സംഘം തീരുമാനിക്കുക. ഇതിനോടൊപ്പം തന്നെ രാഹുലിനെതിരെ പരാതി ഉന്നയിച്ച ട്രാൻസ് വുമൺ അവന്തികയുടെ മൊഴിയെടുക്കാനുള്ള ആലോചന ക്രൈംബ്രാഞ്ച് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ യുവനടി റിനിയുടെ മൊഴിയെടുക്കുന്ന കാര്യങ്ങൾ പോലീസ് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ അവരെയൊക്കെ നേരിൽ കണ്ടുകൊണ്ട് രാഹുലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടുള്ള ആലോചനയാണ് അന്വേഷണ സംഘത്തിൽ നടക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നോ നാളെയോ തന്നെ അതിനകത്തൊരു തീരുമാനമുണ്ടാക്കി അവന്തികയുടെയും റിനിയുടെയും അടക്കം മൊഴി രേഖപ്പെടുത്തും. മറ്റ് പരാതിക്കാർ, അതായത് ഈ ശബ്ദ സന്ദേശമുണ്ട്, ഈ ചാറ്റ് വിവരങ്ങളുണ്ട്, അവിടെ നിൽക്കുന്ന പെൺകുട്ടിയോ യുവതി ആരാണ് അവരെ കണ്ടെത്താൻ കഴിയുമെങ്കിൽ അവർക്ക് പരാതി ഉണ്ടെങ്കിൽ അതുകൂടി ശേഖരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആലോചനയിലാണ് നിലവിൽ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ഉള്ളത്. ഡിവൈഎസ്പി മധുസൂദനന്റെ നേതൃത്വത്തിൽ ഡിവൈഎസ്പി ബിനുകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ നിയോഗിക്കുമെന്നുള്ള ചില വിവരങ്ങളൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ എപ്പോഴത്തേക്ക് ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിക്കുമെന്നുള്ളതൊക്കെ നമുക്ക് അല്പസമയത്തിനകം അറിയാൻ കഴിയും. എന്തായാലും അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. പരമാവധി തെളിവുകൾ ശേഖരിക്കുകയും ചെയ്യും. പക്ഷേ നേരിട്ട് പരാതിക്കാരില്ലാത്തത് ഒരു വെല്ലുവിളിയായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണ് ഒരു വിചിത്രവും വിവാദവുമായിട്ടുള്ള ഒരു പരാമർശവുമായിട്ട് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗവും MP-യും ദീർഘകാലം പാർലമെന്റിലൊക്കെ ഇപ്പോഴുമുള്ള കൊടിക്കുന്നിൽ സുരേഷ് MP ഒരു വിവാദ പ്രസ്താവന നടത്തിയത്. രാഹുലിനെതിരെ എടുത്തിട്ടുള്ളത് കള്ളക്കേസാണ്. പരാതിക്കാരില്ല,
തെളിവില്ല, അപ്പോൾ പിന്നെ ഇത് എടുത്തത് കള്ളക്കേസാണ്, രാഷ്ട്രീയ പ്രേരിതമായിട്ട് ക്രൈംബ്രാഞ്ച് കേസ് എടുത്തു എന്നുള്ള ഒരു പരാമർശമാണ് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് നിയമപരമായിട്ട് നേരിടാം, കോടതിയിൽ ചെന്നാൽ ഇത് നിലനിൽക്കില്ല, അങ്ങനെയുള്ള ഒരു പരാമർശം കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ രാഹുലിനെതിരെ കേസ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തെ പ്രതിരോധിച്ചത്. കേസ് എടുത്തിട്ടില്ല, അപ്പോൾ അത് നടക്കട്ടെ, കോൺഗ്രസിന്റെ MLA സ്ഥാനം രാജിവെക്കേണ്ട കാര്യങ്ങളില്ല, കാരണം കേസ് എടുത്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത്.